ഇടുക്കിയിലെ മൂന്നാർ, കട്ടപ്പന, വയനാട്ടിലെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, പത്തനംതിട്ടയിലെ റാന്നി, കോട്ടയം ജില്ലയിലെ പാല, തൃശൂർ ചാലക്കുടിയിലെ അതിരപ്പള്ളി, പാലക്കാട് ജില്ലയിലെ മലയോര മേഖലയായ നെല്ലിയാമ്പതി, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്നീ പ്രദേശങ്ങൾ പണ്ട് മുതലേ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമാണ്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ വലിയ രീതിയിൽ ഓറഞ്ച് കൃഷി വിജയകരമായി നടക്കുന്നുണ്ട്. ഇടുക്കി കട്ടപ്പനയിലെ മിറാക്കിൾ ഫാം ഉടമയാണ് ബിജു മിറാക്കിൾ എന്നറിയപ്പെടുന്ന ബിജുമോൻ കെ ആന്റണി. കേരളത്തിലെ കാലാവസ്ഥയിൽ അധികം കണ്ടുവരാത്ത ഓറഞ്ച് കൃഷി വിജയകരമായി ചെയ്യാമെന്ന് തെളിയിച്ച കർഷകനാണ് അദ്ദേഹം. 20 വർഷമായി കാർഷിക രംഗത്ത് സജീവമായുള്ള ബിജു കഴിഞ്ഞ 5 വർഷമായി ഓറഞ്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോട്ടോഗ്രാഫറായിരുന്ന ബിജു കൃഷിയോടുള്ള താല്പര്യം മൂലമാണ് ഈ രംഗത്തേക്ക് എത്തിയത്. മികച്ച കർഷകനുള്ള 3 സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ 31 വിവിധ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ, കാർഷിക വികസന സമിതിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ തുടങ്ങിയ സ്ഥാനങ്ങളും ബിജു വഹിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ കോഴ്സിലൂടെ ബിജുവിനെ പോലെ നിങ്ങൾക്കും ഓറഞ്ച് കൃഷി ചെയ്ത് വിജയം കൈവരിക്കാൻ സാധിക്കും. നമ്മൾ ഓറഞ്ച് ഫാമിങ്ങിന്റെ വെറൈറ്റികളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ നിലവിൽ എത്ര വെറൈറ്റീസ് ഓഫ് ഓറഞ്ച് ഇപ്പോൾ നിലവിലുണ്ട്? നമുക്ക് പൊതുവിൽ ഇന്ത്യയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നാഗ്പൂർ. അപ്പോൾ നോർമലി നമ്മളുടെ വഴികളിലും കടകളിലും ഒക്കെ സുലഭമായി കിട്ടുന്നതും പിന്നെ വിലയിൽ കുറവുള്ളതും അതാണ്. അതിനൊരു സീസൺ തന്നെ നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു ഓറഞ്ച് വെറൈറ്റി ഉണ്ട്, മാൻഡറിൻ. അതിന് ചൈനീസ് മാൻഡറിൻ എന്ന് പറയുന്ന വലിപ്പത്തിൽ കുറവും നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല മധുരമുള്ളതുമായ ഒരു ഓറഞ്ച് ഉണ്ട്, മാൻഡറിൻ. അത് പിന്നെ വരുന്നത് നമുക്ക് ഒരു ഓറഞ്ച് തന്നെ, തൊലി പൊളിച്ചെടുക്കുന്നതൊക്കെ ഓറഞ്ച് തന്നെയാണ്, അല്ലികൾ അടന്നു പോരും. പക്ഷേ കണ്ടാൽ മൊസാമ്പി പോലെ ഇരിക്കും. വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ബാരി സ്വീറ്റ് 1 സ്വീറ്റ് ഓറഞ്ചാണ്. അങ്ങനെ കുറേ ഓറഞ്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നാഗ്പൂരാണ് നമ്മുടെ നാട്ടിൽ നോർമലി കർഷകരെല്ലാം അറിയപ്പെടുന്നത്. നാഗ്പൂർ നമുക്ക് നല്ലതാണ്, കൃഷി ചെയ്യാം. പിന്നെ ഓരോരുത്തർക്കും എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഓറഞ്ച് വെറൈറ്റി തന്നെ നിൽക്കാതെ ഏതാണ് എന്നുള്ളത് വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്ത് നോക്കാം, അതും ബെറ്ററാണ്. അപ്പം ഞാൻ കണ്ടതിൽ ഇപ്പം മാൻഡറിൻ എന്ന് പറഞ്ഞാൽ 100 അല്ലെങ്കിൽ 90 കായ ഉണ്ടാകുന്ന ഒരു പോലത്തെ വെറൈറ്റിയാണ്. വലിപ്പം കുറവാണെങ്കിലും നമുക്കൊരു ഫ്രഷ് യൂസോ മറ്റുള്ള ആവശ്യത്തിനും നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. പിന്നെ വേറെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിയറ്റ്നാം മാൾട്ട. ഏകദേശം നമുക്കൊരു കണ്ടു കഴിഞ്ഞാൽ 900 ഗ്രാം വരെ തൂക്കം വരാം, എണ്ണത്തിൽ കുറവാണ്. ഒരു ഓറഞ്ച് 900 ഗ്രാം വരെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫാമിൽ തന്നെ. അപ്പം അതൊരു 450 ഗ്രാമിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, പ്രതീക്ഷിക്കാം. 450 ഗ്രാം എത്ര എണ്ണം കൂടിയാലും ഒരു കൊല ഓറഞ്ച് പോലും ഇത് എങ്ങനെയാ 5 കിലോ വരെ വരാം ഒരു കൊല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയെല്ലാം ഞാൻ ഈ പറഞ്ഞ വെറൈറ്റീസ് എല്ലാം ചൂടുള്ള കാലാവസ്ഥയിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചിന് ഇപ്പം മറ്റുള്ള മേഖലകളിൽ ഇപ്പം മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെ കൂനൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷേ അതിലുപരിയായി മറ്റുള്ളിടത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയെ പറ്റിയാണ് സംസാരിച്ചത്, ഈ ഒരു 4-5 വെറൈറ്റി. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അത്ര കേൾക്കാത്ത ഒന്നാണ് ഓറഞ്ച് ഫാമിംഗ് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഓറഞ്ച് കൾട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബേസിസിൽ? ഇപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, ഇനിയും ഏറ്റവും കൂടുതൽ ചൂടുള്ള നമ്മുടെ പാലക്കാട് ഒക്കെ നമുക്ക് ഓറഞ്ച് നമുക്ക് മഴ മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളൂ. പക്ഷെ ഓറഞ്ചിന് അത് ബാധകമല്ല. ഓറഞ്ച് നല്ല രീതിയിൽ കൃഷി ചെയ്ത് കൃത്യമായ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യണം. pH മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഓർഗാനിക് ടൈപ്പ് pH ഒന്നുമല്ല ഞാനിപ്പോൾ നോക്കുന്നത്. ഞാൻ കുമ്മായം സൾഫറും ചേർത്താണ് കൊടുക്കാറുള്ളത്. പക്ഷെ കൊടുത്തു കഴിയുമ്പോൾ കൃത്യമായിട്ട് മണ്ണിന് pH മെയിൻറ്റെയിൻ ചെയ്യും. 7-ൽ തന്നെ നമുക്ക് 6.5-ൽ നിൽക്കും. ഒരു ന്യൂട്രലാക്കി മണ്ണ് കറക്റ്റാവും. അതിനുശേഷം നമ്മൾ ഒരു 15 ദിവസത്തിന് ശേഷം വേണ്ട വളങ്ങൾ കൊടുക്കുക. മൈക്രോ ന്യൂട്രിയൻറ്റും മസ്റ്റായിട്ട് കൊടുക്കുക, സൂക്ഷ്മ മൂലകങ്ങൾ. ഇതിൻ്റെ എഫിഷ്യൻസി വരുമ്പോഴാണ് ചെടികൾക്ക് കളർ വ്യത്യാസം പ്രശ്നങ്ങൾ വരുന്നത്. അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചെടികളുണ്ടാവും. ഫ്രൂട്ട് സെറ്റ് ആകുന്നതിന് ബോറോൺ അടങ്ങിയ വളങ്ങൾ കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കായ്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഫംഗിസൈഡ്, അത് ഓർഗാനിക് ഇപ്പം സ്യൂഡോമോണസ് ഉപയോഗിക്കാം. പക്ഷേ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നവർ കൃത്യമായിട്ട് ഒരു 15-20 ദിവസങ്ങളിൽ അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും, ചൂട് കാലത്ത് പ്രത്യേകിച്ച്. മഴക്കാലത്ത് ദീർഘദൂരം ഇടാം. ഇങ്ങനെയാണ് ഒരു കൃഷി രീതി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചെടി കറക്റ്റാവും, ചെടി കാണുമ്പോൾ തന്നെ ആരോഗ്യം ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇതിനൊരു പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ
ഇലയിലെ നീരൂറ്റി കുടിക്കും. അങ്ങനെ ഒരു വിഷയം വരാറുണ്ട്. ആ വിഷയം മാത്രമേ ഈ ചെടികൾക്ക് വരാറുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളങ്ങൾ കറക്റ്റ് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ പറിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു pH കൂടെ കറക്റ്റ് ചെയ്താൽ കൃത്യമായി മധുരമായിരിക്കും, നല്ല വിളവുണ്ടാകും, ഡാമേജ് കുറവാണ്. ഹൈ റേഞ്ച് മേഖലയെക്കാളും നല്ലപോലെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ ഓറഞ്ച് തോട്ടങ്ങളൊക്കെ പുറത്ത് പോയി അതർ സ്റ്റേറ്റുകളിൽ പോയി കണ്ടു. പക്ഷെ അതിനകത്തൊക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. ഇപ്പം നമുക്ക് പൊളിച്ച് തിന്നുന്ന നാഗ്പൂർ ഓറഞ്ചിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ വിലയിൽ കുറവ് വരുന്ന അതും ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അതൊരു സീസണാണ്. ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൊടുക്കാം. അത് കുറേ കൃഷി ചെയ്തു, കുറച്ച് ഭാഗങ്ങൾ ഏകദേശം ഒരു 10-200 ചെടിയോളം അത് കൃഷി ചെയ്തു. അടുത്തത് മാൻഡറിൻ എന്ന് പറയുന്നത് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അനേകരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്നതും, അപ്പം നല്ലൊരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു ടാങ്ക് പോലുള്ള ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്നതും നല്ല മധുരമുള്ളതും ആയ ഒരു ഓറഞ്ച്, വലിയ വലിപ്പമില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് മാൻഡറിൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ ആ മേഖലയിലേക്ക് പോയി. 3 ബാരി C21. ഇപ്പോൾ ഈ ചൂട് കാലാവസ്ഥയിലൊക്കെ ഒരു കെയറിങ്ങും ഇല്ലാതെ ധാരാളമായി ഉണ്ടാകുകയും നല്ല മധുരമുള്ളത് സ്വീറ്റ് ഓറഞ്ചാണത്. പക്ഷെ സൈസ് ഒരു 350 ഗ്രാം തൂക്കം വരും. ഓക്കെ, നല്ല വളർച്ചയും നല്ല മണ്ണുമാണെങ്കിൽ. അപ്പോൾ ആ ഒരു വെറൈറ്റി ഞാൻ എടുത്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം 400 തൊട്ട് 900 ഗ്രാം വരെ വന്നിട്ടുള്ള വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന ഓറഞ്ച്. അത് ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പൊമല്ലോ പോലെ ഇരിക്കും, കമ്പിളി നാരകം പോലെ. പക്ഷെ അതല്ലത്, അത് ഒറിജിനൽ ഓറഞ്ചാണ്, പൊളിച്ചെടുക്കാം, നീരിനാവശ്യം. ഇപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഓറഞ്ച് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഒരു ഫുൾ ഗ്ലാസ് ജ്യൂസായിരിക്കും കിട്ടുന്നത്. അപ്പം ഞാൻ ഇത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്താൽ, ഇപ്പോൾ ഒരു വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസ് വഴിയരികിൽ വെച്ചാലും ഇന്ന് വിറ്റഴിക്കുന്ന ഒരു കാലമായി, ഒരു തോട്ടത്തിൽ വെച്ച് അതുകൊണ്ട് പോലും ഇതുണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്നെ കാണിച്ചു, അപ്പോൾ ജ്യൂസ് ഐറ്റത്തിൽപ്പെട്ട വിയറ്റ്നാം മാൾട്ട എടുത്തു. അങ്ങനെ നാഗ്പൂർ, വാരി C21, മാൻഡറിൻ, വിയറ്റ്നാം മാൾട്ട ഇത്രയും ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറേ ട്രയൽ ചെയ്യുന്നുണ്ട്. ഞാൻ ബെറ്റർ ആണെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ജനത്തോട് പറയാം, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഓറഞ്ച് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർ ഇന്ന വെറൈറ്റി വേണമെന്ന് ആവശ്യപ്പെടാറുണ്ടോ, അതോ സാറ് അവർക്ക് സജസ്റ്റ് ചെയ്യാണോ ചെയ്യുന്നത്? ഇല്ല, അവർക്ക് എല്ലാത്തിനും ഞാൻ വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ മിറാക്കിൾ ഫാം എന്ന് പറയുന്ന ഒരു യൂട്യൂബിലൂടെ തന്നെ ഞാൻ ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്ന അവരുടെ പ്രതികരണങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക്. അപ്പോൾ ഇത് കാണുന്നവരും ഇവിടെ വരുന്നവരും ഏതാണ് ഉപയോഗിക്കുന്നത്, ഏതാണ് ബെറ്റർ എന്ന് പറയുന്നത്, അപ്പോൾ അവരെല്ലാം നോക്കിയിട്ടാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ്. വെള്ളത്തിനാവശ്യം ഇഷ്ടപ്പെടുന്നവർ പറയും എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ജ്യൂസിൻ്റെ ആവശ്യത്തിന് എനിക്ക് വിയറ്റ്നാം മാൾട്ട മതി. അപ്പം അടുത്തയാൾ എനിക്കൊരു ഓറഞ്ച് മാത്രമല്ല, നമുക്ക് ബാരി C21 എന്ന് പറയുന്ന ഓറഞ്ച്. ഈ ബാരി C21 വേറൊരു പ്രത്യേകത, നമുക്കൊരു 2 ആഴ്ചയോ 1 മാസമോ ഒക്കെ സൂക്ഷിച്ചു വെക്കാം. ഇപ്പോൾ ഒരു മെഴുകുതിരി നമുക്ക് വാണിജ്യാടിസ്ഥാനത്തെ വിശ്വസിക്കേണ്ട, അങ്ങനെ കരുതണ്ട. നമുക്കൊരു വീട്ടിലാണെങ്കിൽ ഒരു മെഴുകുതിരി ഒന്ന് ഉരുക്കി ഒഴിച്ചിട്ട് അതൊന്ന് തോണ്ടി അതിൻ്റെ ആ പറിക്കുന്ന സമയത്ത് ആ ഞെടുപ്പിലേക്ക് തൂക്കുക. അത് പിന്നെ കുറേ നാളുകളിലേക്ക് ഇരിക്കും, അങ്ങനെ സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ബാരി C21. മാൻഡറിൻ ആർക്കും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ചെറിയ ഓറഞ്ച്, പക്ഷേ നല്ല രുചിയാണ്. ഇഷ്ടംപോലെ ചൂട് കാലാവസ്ഥയിലുണ്ട്. ഞാൻ എടുത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ചൂട് കാലാവസ്ഥയാണ് എൻ്റെ ശ്രദ്ധ. ഇപ്പോൾ ഹൈ റേഞ്ചിലൊക്കെ എന്തും ഉണ്ടാവാം, പക്ഷെ ചലഞ്ചായിട്ട് വന്ന കേരളത്തിലെ മറ്റുള്ള പ്രദേശങ്ങളിൽ ഇതുണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും ചലഞ്ചിങ്ങുമായിട്ട്. അത് സക്സസ് ആയി. ആലപ്പുഴയൊക്കെ AVS ഫുഡ് പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്ന ജോർജ് ഏട്ടൻ്റെ ഒക്കെ ഇവിടെ പോയി ഞാൻ തന്നെ പറിച്ചു തന്നപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. മിറാക്കിൾ ഫാമിന് ഒരു നല്ല ബോധ്യം കിട്ടിയ ആ സമയത്ത്. അതെനിക്ക് ഭയങ്കര എന്നെ ഒരു എനർജറ്റിക് ആക്കി മാറ്റി. 1 വർഷം കൊണ്ട് ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ചെടികളെല്ലാം ഞാൻ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ഒരിടത്തു നിന്ന് കുറേ ചെടികൾ എടുത്തുകൊണ്ട് വരികയില്ല, ചെയ്ത് അവരുടെ തോട്ടം കണ്ടിട്ട് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ ചെടികളാണ് എനിക്കുള്ളത്. അപ്പം അതിവിടെ കൊണ്ട് ഇറക്കി വെച്ചേക്കുന്നത് വളരെ മോശം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ സൗന്ദര്യം നോക്കണ്ട, ചെടി പക്കാണ്, ചേട്ടൻ കൊണ്ടുപോകോ എന്ന് പറഞ്ഞു. കൃത്യം 1 വർഷം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചരണം ഒരു പ്രത്യേകതയാട്ടോ. അവിടെ സൂപ്പർ ഓറഞ്ച് ഞാൻ പറിച്ച് തിന്നപ്പം എനിക്കൊരു എൻ്റെ ഈ കൃഷി രീതിയിൽ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കരുതി. നമ്മൾ ഭൂമി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ മൊത്തത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഞാൻ പറഞ്ഞു ഒരു ഓറഞ്ച് കൃഷി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാൻഡ് നമുക്ക് ചെടികളോ മറ്റുള്ള മരങ്ങളോ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതിനുശേഷം നമ്മുടെ മണ്ണ് പരിശോധിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത ഏറ്റവും റിസർച്ച് സെൻറ്ററുകളിൽ മണ്ണ് കൊണ്ടു കൊടുക്കുക. അതിനുശേഷം അത് പരിശോധിച്ചിട്ട് അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മണ്ണ് ഒരുക്കാം. അവന് കുമ്മായവും നമുക്ക് ആദ്യമായിട്ട് കൊടുക്കാം. കുമ്മായം കൊടുത്തതിന് ശേഷം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം JCB കിളക്കുകയാണ്, JCB കിളക്കി മണ്ണിനെ റെഡിയാക്കി അവരെയും കൊണ്ട് തന്നെ കുഴിയെടുപ്പിക്കുക ഇന്നത്തെ കാലത്ത്. ഇല്ല എങ്കിൽ ചപ്പുകളെല്ലാം മാറ്റി ഏകദേശം അതിനെ ഒന്ന് അളവ് കറക്റ്റ് ചെയ്യുക. നമ്മളൊരു 15 അടി അല്ലെങ്കിൽ 20 അടിക്ക് ഓറഞ്ച്, ഓരോ ഓറഞ്ചിൻ്റെ രീതിയുണ്ട് കേട്ടോ. ഇപ്പം മാൻഡറിൻ ഓറഞ്ച് ആണെങ്കിൽ ഒരു 15 അടി മതിയാവും. അത് നാഗ്പൂർ ആണെങ്കിൽ 20 അടിയിൽ പോകണം. അതുപോലെ തന്നെ ബിയന്ന മാൾട്ട ഓറഞ്ച് ആണെങ്കിലും 20 അടിയിൽ പോകണം. അപ്പോൾ അങ്ങനെ അളവ് കറക്റ്റ് ചെയ്യുക. അതിനെ ഒരു ചരട് പിടിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം കുഴിയെടുക്കുക. മണ്ണൊന്ന് കുമ്മായി ഇട്ട് കുഴിയെടുത്തതിന് ശേഷം ഒരാഴ്ചയും കൂടി ഇടുക. കുമ്മായി ഒന്നിട്ട് ഒരു 7 ദിവസം ഇട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ഇതൊരു അടിസ്ഥാന വളം, കേരളത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് നമ്മുടെ ചെടിയുടെ ഈ കുഴിയെടുക്കുന്നതിൻ്റെ കരയിൽ തന്നെ ഇതുപോലെ കരയിലിട്ട് കൊടുക്കുക. ഈ കരയിലിട്ടിട്ട് അരിഞ്ഞു മൂടുമ്പോൾ മിക്സായിട്ട് മണ്ണുമായിട്ട് മൂടും. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ 2 അടിയുള്ള കുഴി മൂടി വരുമ്പോൾ ഏകദേശം ഒരു 4 അടി അല്ലെ 3.5 അടി ചുറ്റളവിലേക്ക് ഇതിൻ്റെ റൗണ്ട് വെക്കും. ഇതിനകത്ത് നമ്മൾ 10 ദിവസത്തേക്ക് അങ്ങനെ തന്നെ ഇടുക. ഒരു WDC ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യുന്ന എന്തെങ്കിലും മിത്രജീവികളെ, ബാക്ടീരിയയെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ മണ്ണിനെ വിഘടിപ്പിച്ചൊരു വേണ്ട ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മുടെ ചെടി വെക്കുന്ന രീതി നമുക്ക് കാണിക്കാം. അപ്പോൾ ചെടി വെച്ചതിന് ശേഷവും നമ്മൾ വേണ്ട പോളിയർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് മഴയുള്ള സമയത്തല്ല എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയുടെ സമയത്ത് ഒരു ചെടിയും വെക്കാതിരിക്കുക. നമ്മുടെ മണ്ണ് ഒരുക്കുമ്പോൾ മണ്ണ് ടൈറ്റാവും. ഈ മഴയത്താണെങ്കിൽ ചെളിയാവും, അത് ടൈറ്റാവും. പിന്നെ അത് എയറേഷൻ കുറയും. എയറേഷൻ കുറഞ്ഞാൽ തന്നെ നമ്മുടെ ചെടി പിന്നീട് മുന്നോട്ടുള്ള പോക്ക് പാടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്, ഏകദേശം നമുക്കൊരു മഴ കുറഞ്ഞ ഡിസംബറിലോ ജനുവരി ഫെബ്രുവരിയിലോ ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ചിങ്ങമാസത്തിലെ ഒരു തെളിവ് സമയത്ത് ചെയ്യാം. ചെയ്താൽ പോലും നമ്മൾ വേസ്റ്റ് ഡീകമ്പോസ്റ്റ് ഒക്കെ കൊടുത്ത് ആ രീതി ചെയ്യാം. മഴ കുറവുള്ള സമയം തിരഞ്ഞെടുക്കുക നിങ്ങൾ. അതിനുശേഷം നമുക്ക് വേണ്ട വളങ്ങൾ ഉടൻ കൊടുക്കാതിരിക്കുക, സ്പ്രേകൾ കൊടുക്കുക. ഇപ്പോൾ ഇലയ്ക്ക് അടിയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലെല്ലാം സുഷിരങ്ങളുണ്ട്. അപ്പോൾ ആ സുഷിരങ്ങളിലൂടെ വളമെടുക്കുന്ന പോളിയർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ചെടിയെടുക്കും, ചെടിക്ക് ക്ഷീണം കുറയും. വേരിലേക്ക് ശക്തമായ രാസവളങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക. കൊടുത്താൽ നമ്മുടെ മൈന്യൂട്ടായ വേരുകൾ കംപ്ലൈൻറ്റ് വരും, അഴുകൽ രോഗം ബാധിക്കും, ചെടി പോവും, ആരോഗ്യത്തെ ബാധിക്കും. തന്നെ പോവുക. അതിന് മൈക്രോ ന്യൂട്രിയൻറ്റും NPK-യുമാണ് കൂടുതൽ ചെയ്യേണ്ടത്. അപ്പം ചെടി ഏകദേശം ഒരു രൂപത്തിലെത്തും. പിന്നെ നമ്മൾ ഇതിനകത്ത് വേസ്റ്റ് ഡീകമ്പോസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ വേണ്ട മൂലകങ്ങളെ വിഘടിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ചെയ്യേണ്ട ഒരു രീതികൾ. മണ്ണ് ഒരുക്കുക, കുഴിയെടുക്കുക, അതിനകത്ത് ചെടി വെക്കുക, വേസ്റ്റ് ഡീകമ്പോസ്റ്റ് കൊടുക്കുക, അതിനുശേഷം പോളിയാർ സ്പ്രേകൾ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പോളിയാർ സ്പ്രേകൾ എപ്പോഴും വൈകുന്നേരം കൊടുക്കാവുള്ളൂ. നമ്മുടെ ചെടിയുടെ ഈ ടൊമാറ്റോസ് എല്ലാം തുറന്നിരിക്കുന്ന സമയങ്ങൾ ഉച്ചയല്ല. അവർ ഭക്ഷണം പാകം ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഉച്ചയ്ക്കാണ്. ആ സമയത്ത് ഒരു വാതിലിലൂടെ അനേകർ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരാൾക്ക് തള്ളിക്കയറാൻ പാടുണ്ട്. അപ്പോൾ ആ നേരം കൊടുക്കാതിരിക്കുക. അതിരാവിലെ ഒന്നിൽ കൊടുക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കുക. 2 ചെടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം എത്രയായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഓറഞ്ചിന് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരു നാഗ്പൂർ ഓറഞ്ചാണ് 20 അടി വരെ ഇടാം. അത് ബിയന്ന മാൾട്ട ഓറഞ്ചാണെങ്കിൽ, ഇതുപോലത്തെ ഓറഞ്ചാണെങ്കിലും 20 അടി ഇടാം. പോട്ടിൽ കൃഷി ചെയ്യുന്നതല്ല, മണ്ണിൽ കൃഷി ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുഴിയുടെ ആഴം 2ക്ക് 2. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ക്ക് 2 കുഴിയെടുക്കുക, അത് അരിഞ്ഞു മൂടുക വളമിട്ടിട്ട്. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ നാഗ്പൂർ ഓറഞ്ചൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ നമുക്കൊരു 20 അടി ഒക്കെ അതുപോലെ വളം ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് 20 അടിയെ പോകുന്നത്. 15 അടിക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. സ്ഥലമില്ലേ, എണ്ണം കൂട്ടുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇച്ചിരി എണ്ണം കുറച്ചിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക്
നമ്മുടെ പറമ്പിൽ കിണർ വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ജലസേചനം തൊട്ടടുത്ത് തന്നെ വേണം നിർബന്ധമുണ്ടോ? അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജലസേചനം ഓരോരുത്തരുടെ ലാൻഡിൻ്റെ അനുസരിച്ചാണ്. ഇപ്പോൾ കുളമുള്ളവരുണ്ട്, ബോർവെൽ ഉള്ളതുകൊണ്ട്. ബോർവെല്ലാണെങ്കിൽ ഒരു പടുതാക്കുളം ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം അടിച്ചിടുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു pHും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആവും. ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ഉപയോഗിച്ചാൽ അതിൽ ഗുണമുണ്ട്. പിന്നെ നിങ്ങളുടെ വെള്ളം ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഓവറായിട്ട് വേറൊരു ഗുണമുണ്ട്, മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ മണ്ണ് എല്ലാ കാര്യത്തിനെയും ഒന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു പോട്ടിലാണ് കെമിക്കൽസ് കൂടുതലുണ്ടെങ്കിൽ അതിന് വിഷയങ്ങളുണ്ടാകാറുള്ളൂ. മണ്ണിൽ അത്ര എഫക്റ്റീവ് അല്ല. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്യാം, നമ്മുടെ ലേബർ ടൈം നമുക്ക് ലാഭിക്കാം. അത് അങ്ങനെ ചെയ്യുക. ഇല്ല എങ്കിൽ കുളമാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് നനച്ചാൽ മതി. നമ്മൾ നല്ലപോലെ മൾച്ച് ചെയ്യുവാണെങ്കിൽ ചപ്പ് ഉപയോഗിച്ച് മൾച്ച് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതിയുണ്ട്. നിങ്ങൾ നല്ല മണ്ണും ലെവലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ ഷീറ്റല്ല, നേഴ്സറി ഷീറ്റുണ്ട് എന്ന് പറഞ്ഞാൽ വീട് മാറ്റിട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളയെ നിയന്ത്രിക്കാൻ പറ്റും, വെള്ളം താഴും, നല്ലതാണ്. ഒത്തിരി നടക്കാൻ നമുക്കത് പരിപാലനം ഒക്കെ എളുപ്പമാണ്. അങ്ങനെയും ചെയ്യാം. പല രീതികളുണ്ട്. നമ്മളിവിടെ അതെല്ലാം പരീക്ഷിക്കുന്നുണ്ട്. ഏതാണ് ബെറ്റർ എന്നെല്ലാം ഞങ്ങൾ ഈ പോട്ട് ചെയ്ത് പരീക്ഷിക്കുന്നു. അതെല്ലാം ഇവിടെ വരുന്നവർ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടുന്നതിന് മുമ്പായിട്ട് കുമ്മായം മണ്ണിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ചെയ്യുന്നു? അപ്പോൾ കുമ്മായം അല്ലെങ്കിൽ നമുക്ക് ഡോളോമിറ്റ് കൊടുക്കാം. പിന്നെ ഡോളോമിറ്റ് അല്ലാതെ ഇപ്പം വേറൊരു കാര്യമുള്ളതുണ്ട്. നല്ല പോളിയർ ടെക്നോളജിയിലുള്ള എല്ലാ വളങ്ങളിലും ഇപ്പം pHനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതെന്നാന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്ക് അതിനുള്ള ഒരു ഇതില്ല. അത് അവരെന്താണോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുമ്മായം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി കിട്ടുന്ന കുമ്മായം വാരിയിടുകയല്ല, അതിനൊരളവുണ്ട്. ഞാൻ പറഞ്ഞു 200 ലിറ്ററിൻ്റെ ജാറിൽ 2 കിലോ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ചോട്ടിലകത്തി ഏകദേശം ഒരടി 1.5 അടി മാറ്റി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ കറക്റ്റാവും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല ഡോളോമെറ്റ് കിട്ടാനുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ ഈ ഭൂമിയും ജലസേചനം അല്ലാതെ വേറെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാം? നമുക്ക് ഭൂമിയും ജലസേചനവും അല്ലാതെ പൈസയാണല്ലോ മെയിൻ. വേണം, പൈസ വേണം, പിന്നെ അധ്വാനം വേണം, പിന്നെ നമുക്ക് വേണ്ടത് അതിനുള്ള ഉപകരണങ്ങൾ വേണം. ഇപ്പം മിഷനറീസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ ഭൂപ്രകൃതി അനുസരിച്ച് മിഷനറീസ് ഉപയോഗിക്കാറില്ല. കല്ലുകളൊക്കെ അടിയിൽ കാണും. അപ്പം നമ്മൾ തൂമ്പ ഉപയോഗിച്ച് മാൻ പവറിലാണ് ഞങ്ങളിത് കൃഷി ചെയ്യുന്നത്. അപ്പം മുള്ള് അതുപോലെ തൂമ്പ, അങ്ങനെയുള്ള മൺവെട്ടി തൂമ്പ, കൂന്താലി തൂമ്പ എന്നൊക്കെ ഞങ്ങൾ പറയും. അതാണ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയാണ്. അതാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഈ മാൻ പവർ അല്ലാതെ വേറെ തരത്തിലുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള മെഷീനറീസ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇപ്പം ഇപ്പോൾ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നല്ല ലെവൽ ലാൻഡ്, അപ്പം നല്ല കല്ലില്ലാത്തതാണെങ്കിൽ നമ്മളിപ്പം ട്രാക്ടർ പോലുള്ള വെച്ച് ഉഴുത് റെഡിയാക്കാം. അതുപോലെ തന്നെ മെഷീൻ പിടിച്ച് ഹോളടിക്കാം. എല്ലാം ഒത്തിരിയേറെ സംവിധാനങ്ങളുണ്ട്. അത് പുതിയ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളിൽ വരുന്നതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് മാൻ പവറിലാണ്. എങ്ങനെയാണ് ഈ തൈ നടുന്നത്, അതിൻ്റെ പ്രാക്ടിക്കൽ വേർഷനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരു തൈ നമ്മൾ എടുത്ത് മണ്ണൊരുക്കി അത് നടുന്നതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായി ഇപ്പോൾ കാണാൻ പോവുകയാണ്. നമ്മളൊരു ഓറഞ്ച് തൈ നടാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ചെടി, നമ്മുടെ ഒരു ഓറഞ്ച് മാൻഡറിനകത്താണ് എങ്കിലും ഒരു നാഗ്പൂർ ഓറഞ്ച് നമ്മൾ വെക്കുക. ഇപ്പം തൽക്കാലം ഒരു ഓറഞ്ച്, ചെറിയ ഓറഞ്ച് നിന്നിടത്ത് ഇപ്പോൾ വെക്കുകയാണ്. അതിന് നമ്മൾ എല്ലുപൊടിയുടെ മിക്സാണ്. പിന്നെ വരുന്ന ഇത് ഒരു വേപ്പും പിണ്ണാക്ക്, എല്ലാ പിണ്ണാക്കുകളും ഒരു 8 കൂട്ടം പിണ്ണാക്കാണത്. പിന്നെ ചാണകപ്പൊടി. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇതിൻ്റെ കരവഴി നമ്മളങ്ങിടും. അപ്പം ഇത് മിക്സായി വീഴാൻ വേണ്ടിയാണ് അങ്ങനെ ഞങ്ങൾ അരിഞ്ഞങ്ങ് മൂടും. അപ്പോൾ എല്ലാം മിക്സായിട്ട് വന്നു കണ്ട, ആ കരവഴി ഇട്ടുകൊണ്ട് ഇങ്ങനെ പിടിക്കുക. അപ്പം ഒന്ന് വെച്ച് നോക്കി. ഓക്കെ അല്ലേ? അത്രയും പൊങ്ങി നിൽക്കണം. പൊങ്ങണം അല്ലേ? ഓക്കെ അല്ലേ? ഇതിപ്പോൾ എത്ര ദിവസം പ്രായമുള്ള തൈയാണ്? ഇതിപ്പോൾ 1.5 വർഷമൊക്കെ കായ്ക്കാറായ തൈയാണ്.
എന്ന് പറഞ്ഞാൽ ഇതിനോട് നമ്മളിങ്ങനെ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ടത്തിനകത്ത് വയ്ക്കുന്നതുകൊണ്ട് വലിപ്പം കൂടിയതേ വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ചെടി വെക്കുമ്പോൾ എപ്പോഴും വലിച്ചു കീറി വയ്ക്കരുത്. ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടാ, താഴ്ഭാഗം മാത്രം ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇത് പതുക്കെ എടുക്കുക. കണ്ടാ, അടിക്കൈ കയറ്റി കണ്ടാ, ഇതിങ്ങനെ എടുത്ത് കളയുക ഈ ഒരു സംഭവം. അതിന് ശേഷം അങ്ങോട്ട് വെച്ചു, സൈഡ് പൊട്ടിക്കാം. അതിന് ശേഷം ഈ ചെയ്യുണ്ടല്ലോ, അതിന് ശേഷം ഇത് കണ്ട ഫ്രീ ആയിട്ട് ഊരിയെടുക്കും. ഇനി മണ്ണിടുന്നു, കറക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒന്ന് മണ്ണടുപ്പിച്ച് കൊടുക്കുക. മണ്ണ് ഉറച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പം ചപ്പ് ഇതിനകത്തിടും. ഇതാണ് ഒരു ചെടിയുടെ ഒരു വയ്ക്കുന്ന ഒരു രീതി. പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന 1 വർഷമായ, ഏകദേശം വെച്ചിരിക്കുന്ന 1 വർഷമായ മാൻഡ്രനാണ്. ഇതേ കായുണ്ട്. 1.5 വർഷം, 1 വർഷവും 6 മാസം ആയ ചെടിയാണ്. ഇത് കായ്ച്ചു, ഒരു ട്രിപ്പ് കാപറിച്ചു. ആദ്യത്തെ വർഷം തന്നെ കാപറിച്ചു, ഇപ്പം രണ്ടാമത്തെ കായ്ച്ചു തുടങ്ങുന്നു. ഇനി ഈ ഒരു സമയത്ത് ചെടി കായ്ച്ചു തുടങ്ങും. ഓറഞ്ചിന്റെ ലോക്കൽ അതുപോലെ തന്നെ നാഷണൽ മാർക്കറ്റിന്റെ അതിനെപ്പറ്റി മൊത്തത്തിലൊരു ഓവർവ്യൂ എന്താണ്? നാഷണൽ മാർക്കറ്റ്, കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരു നാഷണൽ മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് ഓറഞ്ച് പോകുന്നില്ല. നമ്മളൊക്കെ ഇതിനകത്ത് ഒരു സ്റ്റാർട്ടിങ് മേഖലയിലാണ് വന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓറഞ്ച് ജ്യൂസുകളാക്കി, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മേഖലയിൽ തന്നെ റീറ്റെയിൽ വ്യാപാരികൾക്ക് കൊടുക്കുക. അതുപോലെ ഫാം ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു വിലയുണ്ട്. 50 രൂപ കിട്ടുന്ന ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് 100 രൂപ കിട്ടും. ഫാം ഫ്രഷായിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഓൺലൈൻ മേഖലയിൽ നമുക്ക് വാട്സപ്പ് വഴി, അതിൻ്റെ ഓൺലൈനിൽ കൂടെ വരുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള വരുന്നതിലൂടെ വന്ന് കണ്ട് ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് ഇന്ന് കൊറിയർ ചെയ്തൊക്കെ കൊടുക്കാം. അപ്പോൾ അവർക്കും നല്ല സാധനം റെഡിയാണ്, കിട്ടും. അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് 10 രൂപ അതിന് കൂടുതൽ അവർ തന്നാലും അവർക്ക് അതിന് ബുദ്ധിമുട്ടില്ലെന്ന്. അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. മിറാക്കിൾ ഫാമിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഏതാണ്? ഏത് മാർക്കറ്റിലേക്കാണ് പ്രധാനമായിട്ട് ഓറഞ്ച് പോകുന്നത്? മിറാക്കിൾ ഫാം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരുന്ന ആൾക്കാർക്ക് തന്നെ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങൾ വരുമ്പോഴും കാണാൻ വരുന്നുണ്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് അവർക്ക് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇനിയും കൂടുതലാകുന്ന സമയത്തും നമ്മൾ സെയില് ജനങ്ങളിലേക്ക് തന്നെ, ഇവിടെ തന്നെയാണ്, നമ്മുടെ ഫാമിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് റീറ്റെയിൽ ഷോപ്പുകളിൽ. ജനറൽ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഈ മൊത്തത്തിൽ ഇന്ത്യയിൽ ഓറഞ്ചിന്റെ ഒരു ഡിമാൻഡ് എങ്ങനെയാണ്? ജനങ്ങൾ പൊതുവെ വാങ്ങിക്കുന്ന ഒരു ഫ്രൂട്ടാണോ, അല്ലെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് എപ്പോഴും ഒരു ബാലൻസ്ഡ് സ്റ്റേജിൽ തന്നെയാണോ? പിന്നെ ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മേടിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും കിട്ടുന്നത് 1 മാസമോ 1.5 മാസമോ 15 ദിവസമോ ഒരാഴ്ചയോ ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഫ്രഷായിട്ട് ഇതിനെ എത്തിക്കാൻ പറ്റുന്നെങ്കിൽ അനേകർ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓറഞ്ച് ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ബിസിനസ് പ്ലാനുകൾ നമുക്ക് ശരിക്കും ഉണ്ടാക്കാൻ പറ്റും? ലൈക്ക് എന്തൊക്കെ, ഇപ്പോൾ ജ്യൂസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ തരത്തിൽ നമുക്ക് പ്ലാനുകൾ ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് അതിനെപ്പറ്റി ഞാൻ പറയാം. ഇപ്പം യുവജനങ്ങൾ എല്ലാ വെൽ സ്റ്റഡിയരാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 49 വയസ്സായ ആളാണ്. അപ്പം ഞാൻ വലിയ വിദ്യാഭ്യാസമില്ല, ഞാൻ ചെയ്തു പരിചയിച്ചതാണ്. പക്ഷെ ഇന്നത്തെ ഒരു എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ വഴി തന്നെ നല്ല അറിവുള്ളവരാണ് ഇന്നത്തെ യൂത്ത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പുതിയ വാല്യൂ അഡീഷൻ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കാം. ഒന്നിൽ ഡ്രൈ ഫ്രൂട്ട് അല്ലെങ്കിൽ ജ്യൂസ്, അതിൻ്റെ കൂട്ടുകൾ, അതിനൊന്നും ഇന്ന് വലിയ ഒരു സംഭവമല്ല. മെഷീനറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു കർഷകൻ ഇത് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങാൻ ആളുകളുടെ ബഹളമാണ്, ഇത് കിട്ടാനില്ല. അതൊരു വലിയ സാധ്യതയല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ മീഡിയം വഴിയാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്ത് ഈ സാധനം ഉണ്ടെന്നറിയാൻ ഫോൺ നമ്പറും കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് വിളി വരും. അവർ എന്താണെങ്കിലും വാങ്ങി അവർ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിരിക്കും. കാരണം ഇന്ന് എറണാകുളത്ത് കിടക്കുന്നവരും തൃശ്ശൂർ, കോഴിക്കോടും ഒക്കെ കിടക്കുന്ന ടൗണുകളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഫ്രഷ് സാധനം എന്ന് പറയുമ്പോൾ, ഒരു കർഷകനിൽ നിന്ന് മേടിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ നോർമലി നമ്മളെ തന്നെ നമ്മൾ വിലയിരുത്തി നോക്കും, ഇഷ്ടപ്പെടുകയല്ലേ? നമ്മളിപ്പോൾ ഒരു ടൂറിസം പ്ലേസിലേക്ക് പോകുന്നു, അവിടെ ഒരു കൃഷിയിടത്തിൽ നിന്ന് ഒരു സ്ട്രോബെറി അല്ലെ നമ്മൾ പറിച്ചെടുക്കുന്നു, അതിന് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ റീറ്റെയിലേഴ്സ്, ആ. ഇവരുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പം ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു. നമ്മൾ ജനങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിക്കുക. ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു രീതി വെച്ചാണെങ്കിൽ നമുക്കിവിടെ തന്നെയുണ്ട്, നമുക്കിത് ഹോൾസെയിൽ എടുത്തുകൊണ്ട് പോകുന്നവർ, അവർ തിരുവനന്തപുരം പോലുള്ള മാർക്കറ്റുകളിൽ മാർക്കറ്റ് ചെയ്യും. പക്ഷെ അപ്പോൾ നമുക്ക് വില കുറയും. ഇത് കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരു കർഷകൻ എപ്പോഴും ഇതിനെ അവൻ്റെ കൃഷിയിടത്തിൽ നിന്ന് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ലാഭകരം. അതുപോലെ തന്നെ ബ്രാൻഡിങ് ഒരു പ്രധാനപ്പെട്ട ഒരു തീർച്ചയായും. കാര്യമാണ്. അതുപോലെ പാക്കേജിങ്ങും തീർച്ചയായും. അതിനെ കുറിച്ചൊന്നും. അപ്പം ഇന്നത്തെ ഒരു കാര്യം, ഞാൻ എനിക്ക് കുറേ പ്രോഡക്റ്റുകളുണ്ട്, അതും ഇതുമൊക്കെ എല്ലാം നമ്മൾ കൃഷിയിടമാണ്, സമ്മിശ്ര കർഷകനാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇന്ന് ഏറ്റവും അട്രാക്റ്റീവായ അത് എല്ലാവരും ചെയ്യണം. ഇപ്പോൾ ഒരു കർഷകൻ ഓറഞ്ച് വെച്ചിട്ട് ഓറഞ്ച് പറിച്ചുകൊണ്ട് കൊട്ട വെച്ച് എങ്ങനെയാലും വിൽക്കുന്നതിനുപരി നല്ല ബ്രാൻഡഡ് ഒരു നെയിം കൊടുത്തുകൊണ്ട് അതിന് നല്ല അട്രാക്റ്റീവായ നല്ല ബോക്സുകളിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ കൂടുതൽ വാങ്ങാൻ ആളുണ്ടെന്ന്. പക്ഷെ അതൊന്നും ഒരു നഷ്ടം വരില്ലെന്ന്, എപ്പോഴും അത് അവർക്കൊരു അസറ്റായി മാറും. മനസ്സിലായോ? അങ്ങനെ ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ സിമ്പിൾ എന്ന് ഞാൻ പറയും. ഇന്നത്തെ യുവതലമുറയോട് ചെയ്യാൻ മനസ്സുണ്ടാവും. അതുപോലെ തന്നെ മാർക്കറ്റിംഗില്ലേ, അതായത് സെയിൽസ് ചാനൽസ് ഉണ്ടാവും, ഇടനിലക്കാരുണ്ടാവും, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാനുണ്ടാവും. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പം പാർട്ട്ണർഷിപ്പായിട്ട് മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ എടുക്കുന്നു, നമ്മുടെ ആൾ തന്നെ ഇത് വേറെ എടുത്തു കൊണ്ട് വിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ കൂടുതൽ ഒരു 10 ഏക്കർക്ക് കൃഷി വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ സെയിൽ ചെയ്യേണ്ടവർ. പക്ഷെ നമ്മുടെ ഒരു കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം 3 സാധാ ഓറഞ്ച് ഉണ്ട് അന്ന് ഉണ്ടായി, അത് അവർ വഴിയിലിട്ട് വിറ്റ് തീർക്കുകയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നല്ലൊരു സോഷ്യൽ മീഡിയയെ കൂടെ തന്നെ വിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഒരു ഹോൾസെയിലർ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു വിലയിൽ ഒരു കുറവ് വരും. പിന്നെ അതിന് വേണ്ട വണ്ടി സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവർക്ക് കൊടുക്കുക, അവരോട് കാശ് മേടിക്കുക, അപ്പോൾ റേറ്റ് കുറയും. 1 ഏക്കർ സ്ഥലം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരാൾ കൊണ്ടുപോയി വണ്ടിക്കാരന് കൊടുത്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ചിന്തയിലേക്ക് പോകാതിരിക്കുക. അവരവരുടെ തലത്തിൽ തന്നെ ഇന്ന് ഫ്രഷ് സാധനം വിറ്റഴിക്കാൻ അല്ലെ പുതിയ ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിന് വേറെ ഒരു പൈസ കണ്ടെത്തേണ്ട വരും. അപ്പോൾ ഈ റീറ്റെയിൽ മാർക്കറ്റിംഗ് നമ്മൾ നടത്തുമല്ലോ, ലോക്കൽ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്? ലാഭസാധ്യത ഭയങ്കര ലാഭസാധ്യതയാണ്. റീറ്റെയിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതിനുപരി നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ വിറ്റഴിക്കുമ്പോൾ സാധാരണ കിട്ടുന്നതിനേക്കാളും 20 അല്ലെങ്കിൽ 10 രൂപ കൂടുതലാണ് കിട്ടുന്നത് എപ്പോഴും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, നമ്മുടേതായ സാധനങ്ങൾ നമ്മുടെ മേഖലകളിൽ നമ്മളുടെ എരിക്കൽ വന്ന ആൾ വാങ്ങുന്ന ഒരു തരത്തിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെടണം. അതിനുള്ള ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം, അത് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ട്രാവൽ പരമായ കാര്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുന്ന സമയത്ത് നമുക്ക് ലാഭ സാധ്യത എത്രത്തോളം ഉണ്ട് അതിനെ പറ്റി? ആ ഒരു രീതി പോയാൽ വലിയ ലാഭസാധ്യത ചില സമയത്ത് വരില്ല. ഇപ്പോൾ 1000 ഏക്കർ അല്ലെ 1000 ഏക്കർ എന്ന് ഞാൻ പറയുന്നില്ല, 100 ഏക്കർ ഓറഞ്ച് കൃഷി ചെയ്യുന്ന ആൾ, 10 ഏക്കർ ഓറഞ്ച് കൃഷി ചെയ്യുന്ന ആൾ, അതിനകത്തൊരു ചെറുകിട, നമ്മൾ 1 ഏക്കറുകാരനെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞു വന്നത്. 10 ഏക്കർ കൃഷി ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നിച്ചു പറിക്കുന്നു, ഒന്നിച്ചു കൊടുക്കുന്നു, അത് വലിയ മാർക്കറ്റിലേക്ക് പോകണം. അതനുസരിച്ച് വരുമ്പോൾ നമുക്ക് വലിയൊരു ഇൻകം കണ്ടെത്താൻ പറ്റില്ല. ഇതൊരു ചെറുകിട കർഷകൻ എങ്ങനെ ഇത് ചെയ്യാം? കേരളത്തിൽ അത് ചെയ്യാൻ പറ്റും. അത് ചൂട് കാലാവസ്ഥയിലും ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ചൂട് കാലാവസ്ഥ, അല്ലാതെ ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിലെ ആൾ മാത്രം ഇത് നോക്കിയാൽ പോരല്ലോ. അപ്പോൾ ലോ റേഞ്ചിലുള്ളവർക്കും സാധ്യമാകണം. അതുപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ഇപ്പം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും നമ്മൾ എക്സ്പോർട്ടിങ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പേഴ്സ്, അതിൻ്റെ ലൈസൻസ്, ഇതെല്ലാം ചെയ്യണം. അതുമാത്രമല്ല, അതിനൊരു എമൗണ്ട് കണ്ടെത്തണം. അതിൻ്റെ കുറേ പ്രോസസ്സുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഡാമേജ് ആകാനോ ഇത് കറക്റ്റ് ടൈമിലും അവിടെ എത്തണം. ഇനി അങ്ങനെ ഒരു സംഭവം വന്നാൽ അതിൽ കുറേ തൊഴിലാളികൾ കൂട്ടണം. തൊഴിലാളികൾ കൂടുന്നത് മാത്രമല്ല, അത് ഡാമേജ് ആകാൻ അത് എത്താനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ കണ്ടെത്തുക. അല്ലാതെ ആ ഒരു തരത്തിലേക്ക് ഒരു ചെറുകിട കർഷകനെ ചിന്തിക്കുന്നത് ശരിയല്ല. ഞാൻ ശരിയല്ലെന്നല്ല, ചിന്തിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ആ ഒരു കാറ്റഗറി ഞാൻ ചെയ്തിട്ടില്ല.
ഈ എക്സ്പോർട്ടിന്റെ പ്രൊസീജിയർ ഏകദേശം ഇതാണ്. അതിന് എക്സ്പോർട്ടിൽ ലൈസൻസ് ഉണ്ടാകണം. ലൈസൻസ് വേണമെങ്കിൽ അതിന് എൻഡോസർട്ട് സർട്ടിഫിക്കറ്റ് വേണം, ഓർഗാനിക് എന്നുള്ളതും. അല്ലെങ്കിൽ അതിന് അതിൻ്റെ ലാബിൽ ടെസ്റ്റ് നടക്കണം. അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം ഏലക്ക ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് കുറേ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ പോയി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അത്ര ബുദ്ധിമുട്ടായി തോന്നി, നമ്മളതിനെ വിട്ടു. ഇതാണ് അതിനകത്തൊരു കാര്യം. അത് നിങ്ങൾക്കിപ്പോൾ നെറ്റിൽ കയറിയ ഗൂഗിളിൽ കയറിയാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളും അതിൽ അന്നേരം ലഭ്യമാണ്. ശരിയല്ലേ? അത് നോക്കുക, പഠിക്കുക എന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് ആ ഒരു ചിന്തയിൽ ഞാൻ വന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ കൃഷിയിടത്തിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. അതിനപ്പുറേക്ക് വരുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. ജനറലായിട്ട് ചോദിക്കുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പൊതുവെ എക്സ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കൺട്രികൾ ഏതൊക്കെയാണ് പൊതുവെ? ഇന്ത്യയിലെ ഇപ്പം ഞാൻ പറയാം, ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റുകളിലെല്ലാം എത്തുന്നത് ഈജിപ്ഷ്യൻ വെറൈറ്റീസ്. ഈജിപ്ഷ്യത്തിൽ നിന്ന് വരുന്നുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഇന്ത്യ നമ്മൾ എത്തണമെന്ന് അവരുമായിട്ട് കിടപിടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി, നല്ല മധുരം, അതുപോലുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. ഒന്ന്. പിന്നെ മറ്റുള്ള രാജ്യം ഇപ്പം അമേരിക്കയല്ല, നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യണമെങ്കിൽ അതിന് കുറേ പ്രോസസ്സുകളുണ്ട്, അത്ര ക്വാളിറ്റി കീപ്പ് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ അതിനകത്തേക്ക് കൂടുതൽ വിശദീകരിച്ച് തരാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് റവന്യൂ നമുക്ക് കൂടുതലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നഷ്ടം വരാൻ സാധ്യതയുണ്ടോ? അല്ല, റവന്യൂ കൂടുതൽ ഉണ്ടാകുന്ന ഒരു തലത്തിലേക്ക് അത്ര വെൽ സ്റ്റഡീഡായിട്ട് വന്നേറ്റോ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാവും. ഇപ്പം ഇഷ്ടംപോലെ ഫുഡ് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ആ എക്സ്പോർട്ട് ചെയ്യുന്നത് അവർ പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരു സാധനമാണത്. ഇതേ സംബന്ധിച്ചിടത്തോളം അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതിനെ തകരാറ് സംഭവിച്ചാൽ നഷ്ടമായില്ലേ, കമ്പനി പോയി, നഷ്ടങ്ങൾ വരും. അപ്പോൾ ഒരു ഒരേക്കറിൻ്റെ കൃഷി പറഞ്ഞാൽ, അല്ലെ ഒരു 10 ഏക്കറിൻ്റെ കൃഷി പറഞ്ഞാൽ കൃത്യമായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ഇത് വിറ്റഴിക്കാൻ പറ്റും. ബാക്കിയുള്ളത് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റികളെ നമുക്കിവിടെ വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റുകളാക്കി മാറ്റാൻ പറ്റും. അത് ചിന്തിക്കണം. പുതിയ തലമുറ അതിലേക്ക് വരണം. അപ്പോൾ അത് പുതിയത് ഇപ്പം ഞാൻ ചെയ്യുന്നത് മാത്രം കണ്ടിട്ട് നിങ്ങളൊരു കർഷകനോ അതിനെ മാർക്കറ്റ് ചെയ്യുന്ന ആളോ ആകാൻ പറ്റില്ല. എൻ്റെ ഒരു മെത്തേഡ് കണ്ടിട്ട് അതിൽ നിന്ന് എങ്ങനെ മാറ്റി ചിന്തിച്ച് നിങ്ങളുടെ രീതിയിൽ ഇതിനെ മെച്ചപ്പെടുത്താം. അതാണ് നിങ്ങൾ നോക്കുന്നത്. കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിനെ കൂടുതൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടോ, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അതാണ് എന്നെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇപ്പം ഒരു എക്സ്പോർട്ടിങ് മേഖലയിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റികൾ, പല ചെക്കിങ്ങുകൾ, ഇതൊക്കെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ പേപ്പേഴ്സുകൾ റെഡിയാകുന്ന ഒരു താമസം, ഇതൊക്കെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇല്ലെങ്കിൽ നമ്മൾ ആരെയും കുറ്റം പറയില്ല. അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തയ്യാറാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ ഡ്രൈ ആക്കി, അല്ലെങ്കിൽ ഇതിനെ ജ്യൂസ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ കയറ്റി അയച്ചാൽ എന്തായി, നഷ്ടമില്ല, കാശും കിട്ടും. ഓറഞ്ചായിട്ട് കയറി പോകാനും പറ്റുമല്ല. ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നവരുണ്ടാവാം മറ്റുള്ള സ്റ്റേറ്റുകളിൽ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ആ രീതി ചെയ്തു വരണമെങ്കിൽ ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. നമ്മൾ ഓറഞ്ച് കൃഷി ചെയ്യുന്ന സമയത്ത് എത്ര ലാഭമാണ് നമുക്ക് ലഭിക്കുന്നത്? നഷ്ടത്തിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? എന്തൊക്കെ ചിലവുകളാണ് ഇതിൽ വരാൻ പോകുന്നത്? ഓരോന്നിൻ്റെയും കൃത്യമായ കണക്കുകൾ സഹിതം ഈ ഒരു മൊഡ്യൂളിൽ നമ്മുടെ മെൻറ്റർ നമുക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. നമുക്ക് കേട്ടു നോക്കാം. നമ്മൾ ഓറഞ്ച് ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുന്ന കോസ്റ്റുകളുടെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ്? നമുക്ക് ആദ്യം നിലമൊരുക്കണം. അതിനും എല്ലാത്തിനും കൂടെ ഒരു കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഒരു പണിക്കാരൻ, ഇന്നത്തെ കാലത്ത് നമുക്കൊരു 700 രൂപ ഒരാൾക്ക് കൂട്ടിയാലും ഒരു 100 പണി, ഒരു 3 പേര് 100 പണിയല്ല, മൊത്തത്തിൽ ഒരു 100 പണി നമുക്ക് കൂട്ടുക. അപ്പോൾ ഒരു 70,000 രൂപ അതിൻ്റെ കോസ്റ്റ് വരും. നമുക്കൊരു 250 തൈകൾ ഒരു ഏക്കറിൽ വെച്ചാൽ, അല്ലെ 300 തൈക്ക് അകത്ത് വെച്ചാൽ നമുക്ക് വരുന്ന ഒരു ചിലവ് വരുന്നത് ഒരു 90,000 രൂപ അതിൻ്റെ ചിലവ് വരുന്നത്. അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. നിലമൊരുക്കി കൃഷി ചെയ്യുന്നതിന് തൊഴിലാളികളുടെ ഒരു 100 പണികൾ, അതിനൊരു 70,000 കൂട്ടുക. പിന്നെ ഒരു തൈ എടുക്കുന്നതിനും തൈക്ക് ഒരു 90,000 രൂപ കൂട്ടുക. വളങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടി ഒരു 50 രൂപയുടെ വളം
50,000 രൂപയുടെ വളം നമുക്ക് കൂട്ടുക. അപ്പോൾ എത്രയായി? നമുക്ക് 7 5 12, അതുപോലെ തന്നെ 12ഉം 1 10 അല്ല 2 10 2,10,000 രൂപ. ഞാൻ ഏകദേശം ആദ്യം പറഞ്ഞു 3 ലക്ഷത്തിനകത്ത് തീരും. പിന്നെ വേണ്ട മരുന്നുകൾ, അതുപോലെ തന്നെ നമുക്ക് കൊടുക്കേണ്ട ബേസ് ചെടി, കമ്പോസ്റ്റ്, പിന്നെ വേണ്ട മരുന്നടിക്കുന്നത്, കള പറിക്കുന്നത്, എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഏകദേശം വരുന്നത് ഒരു ടോട്ടൽ എമൗണ്ട് ഒരു 3 ലക്ഷം രൂപ. ഇത് പ്ലാന്റ് ചെയ്ത് ഒരു ചെടി കായ്ക്കുന്നിടം വരെ ഉള്ള സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ വിളവെടുക്കുന്ന 1 ഏക്കറിൽ നിന്ന് ഒരു 3 പേരുടെ പണിയും കൊണ്ട് നമുക്ക് ഏകദേശം വിളവെടുത്ത് തീരും. അപ്പോൾ അതും എല്ലാം കൂടെ കൂട്ടി നമുക്ക് വരുന്ന ഒരു ചിലവാണ് പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് പറഞ്ഞു വളത്തിൻ്റെ ഒരു തുക പറഞ്ഞു, തൈയുടെ തുക പറഞ്ഞു, നിലം ഒരുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ കുഴി കുത്തുന്നതിൻ്റെയും ഒരു 100 പണി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഹാർവെസ്റ്റ് വരെയുള്ള വളങ്ങളുടെ ഒരു 50,000 രൂപ നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ജൈവ വളങ്ങൾ, പിന്നെ എല്ലാ സ്പ്രേകളും എല്ലാം കൂടെ കൂട്ടി ഏകദേശം നമുക്ക് ഒരു 2.5 ലക്ഷം രൂപ 3 ലക്ഷത്തി രൂപയ്ക്കകത്ത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 20,000 രൂപ നമുക്ക് കൂട്ടാം. വണ്ടി ചെറിയ ഓട്ടോറിക്ഷ വിളിച്ച് വളം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു പിക്കപ്പ് വിളിച്ച് കൊണ്ടുവരിക, അതിനും ഒക്കെ ആയിട്ട് വരുന്ന അങ്ങനെ ഒരു 3 ലക്ഷം രൂപ ഒരു ചിലവ് കൂട്ടുക. നമുക്ക് എങ്ങനെയാണേലും ഒരു 3 ലക്ഷം രൂപ മുടക്കിയാലേ നമുക്ക് ഒരു വിളവെടുക്കാൻ ആരംഭിച്ചു തുടങ്ങുള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി താങ്കൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഒരു ചെലവിനെ പറ്റി പറഞ്ഞു. അപ്പൊ പുതുതായിട്ടൊരു കർഷകൻ ഇപ്പം ഓറഞ്ച് ഫാമിംഗ് ആരംഭിക്കുകയാണ്. അപ്പം അയാൾക്ക് വരാനുണ്ടാവുന്ന ചെലവ്, അയാൾക്ക് ലാൻഡ് ഉണ്ടെന്നിരിക്കട്ടെ, അയാൾക്ക് ഉണ്ടാവുന്ന ചെലവുകൾ ഏകദേശം ഇതുപോലെ തന്നെയാണോ, അല്ല വേറെ എക്സ്ട്രാ വല്ലതും വരാൻ സാധ്യതയുണ്ടോ? ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ അതിനിടയിൽ നമുക്ക് സബ്സിഡികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാം. ഒരു പുതിയ കർഷകനാണെങ്കിലും ഞാൻ അതിനകത്ത് ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൻ്റെ സബ്സിഡികൾ ഉണ്ടാകാം. ഇത്രയും പൈസ ചിലവാകും. അതിനകത്തുനിന്ന് ഇനി ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിന് അവർ കൊടുക്കുന്ന ഒരു സഹായങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് പൈസ കിട്ടും. അതൊന്നും വലിയ കാര്യമായിട്ട് ആരും പ്രതീക്ഷിക്കേണ്ട. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുക ഏകദേശം ഒരു 3 ലക്ഷം രൂപ മുടക്ക് വരും. പിന്നെ ഒരു ആദായം വരുന്നത് നമുക്കൊരു 25 വർഷം 20 വർഷത്തെ നല്ല ആദായം തന്നെ ഇതിൽ നിന്ന് കിട്ടും. അന്നേരം വേണമെങ്കിൽ ചെടി ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പം ആ ഒരു രീതിയിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്ന്. ഈ 25 വർഷം പോയിട്ട് 50 വർഷം നിൽക്കുന്ന നാഗ്പൂർ ഓറഞ്ച് ഉണ്ട്. ഇപ്പോൾ പുതിയ വെറൈറ്റികൾക്ക് ആ ഒരു സമയം തന്നെ ഉണ്ടാവാം. TNTD തെങ്ങ് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞു. ഇപ്പോഴും 40 വർഷം 50 വർഷം ആയത് നോർമലിലുണ്ട്. കോസ്റ്റ് വരുന്നത് ഇത് തന്നെ, ഒരു 3 ലക്ഷം രൂപ പ്രതീക്ഷിക്കുക. അപ്പം പിന്നീട് നമ്മുടെ അധ്വാനങ്ങളും എല്ലാം കൂടെ കൂടുമ്പോൾ അതിനെ ലഘൂകരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 1 ഏക്കറിൽ നിന്നും നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന റവന്യൂവിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. നമ്മളൊരു ഓറഞ്ച് കൃഷി ചെയ്തു, ഇപ്പോൾ മാൻഡറിനാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ പല ഓറഞ്ചിനും പല റേറ്റാണ്. മാൻഡറിൻ ഓറഞ്ച് കൃഷി ചെയ്താൽ നമുക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് ഏകദേശം 3 മുതൽ 5 ലക്ഷം വരെ. അപ്പോൾ അതും ഓറഞ്ച് കായലെത്തുന്നത്. പക്ഷെ ആ കായലെത്തിയ ഓറഞ്ചിനെ 2 വർഷം തൊട്ട് 3-ാം വർഷമാണ് ശരാശരി ആദായം വരുന്നത്. അത് 100 കിലോ വരെ ആവാം. 100 വേണ്ട, 50 കിലോ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയാൽ പോലും 200 രൂപ വിലയ്ക്ക് വിറ്റാൽ 10,000 രൂപ വരുമല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ 10,000 രൂപ വരുന്ന ചെടിയിൽ നമ്മൾ ഒരു സ്ഥലത്ത് 10,000 രൂപ വെച്ച് ഒരു 250 ചെടിയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നെങ്കിൽ ആ ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 25 ലക്ഷം രൂപയാണ് കണക്ക്. നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന ഒരു 25 ലക്ഷം രൂപ കൈ കിട്ടുമ്പോൾ ഒരു 5 ലക്ഷം രൂപ ചിലവ് പോയാലും ഒരു 20 ലക്ഷം രൂപ കിട്ടും. ഇനി ഇതേ സമയത്ത് നാഗ്പൂരാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ചിലവും സെയിം ആയിരിക്കും, പക്ഷെ തുകയിൽ കുറവ് വരും. 200 എന്നുള്ളത് നമുക്ക് 50 രൂപയ്ക്കും 70 രൂപയ്ക്കും വിൽക്കാം. ഫാം ഫ്രഷ് ആയിട്ട് വിറ്റാൽ 100 രൂപയ്ക്ക് വിൽക്കാം. 100 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് കിട്ടുന്നത് 300 കിലോ കിട്ടുന്ന ഓറഞ്ച് കേരളത്തിലുണ്ട്. ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു. അത് വലിയ മരമാണ്, ഗ്രാഫ്റ്റഡ് അല്ല. നമ്മുടെ ചെടി ചെറുതായിരിക്കും, പക്ഷെ നമുക്ക് 300 ഒന്നും വേണ്ട, 50 കിലോ കിട്ടിയാലും 100 രൂപ വെച്ച് വിറ്റാൽ 5,000 ആയി. അതൊരു 300 ചെടിയിൽ നിന്നാണ് വരുന്നെങ്കിൽ ആണെങ്കിൽ 5,000 ഇൻറ്റു 300 15 ലക്ഷം രൂപ വരുമാനമുണ്ട്. അതിനും 5 ലക്ഷം പോയാലും 10 ലക്ഷം ലാഭമാണ്. അപ്പം ലാഭം ഇതിനകത്തുണ്ട്. ഞാൻ വേറെ തിരിച്ചു പറഞ്ഞു, മാൻഡറിനാണെങ്കിൽ 350 രൂപ വിലയുണ്ട്, നിങ്ങൾ എവിടെ അന്വേഷിക്കുക. പക്ഷേ നാഗ്പൂരിന് 100 രൂപ വരെയാണ് ഫാം ഫ്രഷ് ആയിട്ട് വിൽക്കുമ്പോൾ ഉള്ളത്. ഇത് ഫാം ഫ്രഷ് ആയിട്ട് വിറ്റാൽ
അല്ല 350 മേളിൽ വിൽക്കാം. പക്ഷേ ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു ഒരു ക്വാണ്ടിറ്റി നമുക്ക് വിൽപ്പന അത്രയും തുകയ്ക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ 200 രൂപ വെച്ച് ഞാൻ കൂട്ടിയപ്പോഴും 30 ലക്ഷം രൂപ വന്നു. നമുക്ക് 50 കിലോ വെച്ചാണ് ഒരു ചെടിയിൽ നമ്മൾ കൂട്ടിയിരിക്കുന്നത്, ശരിയോ തെറ്റോ? അപ്പോൾ നമുക്കൊരു 3 വർഷം ആകുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു തരത്തിലുള്ള ആദായം വരും, ഈസി ആയിട്ട് ഉണ്ടാകും. അത് നോർമലി ചിന്തിക്കാം. പക്ഷേ അതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറയാം. 5 ലക്ഷം രൂപ മുടക്കിയാലും ഈ നമുക്ക് 250 ചെടിയാണ് ഈ 1 ഏക്കറിൽ വയ്ക്കുന്നതെങ്കിൽ അതിന് ഇടവിളയായിട്ടും നമുക്ക് റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഗുവോ പേരയോ ഇടവിള ചെയ്യാം. അതിൻ്റെ പൈസ വേറെയും കിട്ടും. അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ഒരു വലിയ കൃഷിനാശവും വല്ലതും വന്നാൽ സംഭവിക്കാം. നദി വറ്റിയും പോയി തുടലറ്റും പോയ കടി പറ്റിയത് തന്നെ എന്നോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് വലിയ കാര്യമില്ല. ഒരു കൃഷി ചെയ്ത് സക്സസ് ആകുമ്പോൾ കിട്ടുന്ന ആദായത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായാൽ എല്ലാവർക്കും ഉണ്ടാകും, ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ നമുക്ക് ഈ ഒരു ഏക്കർ സ്ഥലം നല്ലപോലെ കൃഷി ചെയ്യുന്നവനെ സംബന്ധിച്ച് നോർമലി മാർക്കറ്റിങ്ങിൽ ഇത്ര ആദായമുണ്ട്, അതിലും കൂട്ടിയെടുക്കാം. ശരിയല്ലേ? തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതികളിലേക്ക് വരാം. അത് ഓരോരുത്തരുടെ കഴിവാണ്. സമയം, അതിനുള്ള സാധ്യതകൾ കണ്ടുപിടിക്കുക, ജോലിക്കാർ വേണം, അതിനനുസരിച്ച് ചെലവ് കൂടും, ബിസിനസ് കൂടും. ഇതെന്ന് തന്നെ നമുക്ക് തണ്ടുകൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും സാധ്യത ഞാൻ പറഞ്ഞില്ല, ഫ്രൂട്ട് മാത്രം. നമുക്കൊരു ഏത് വെറൈറ്റി ചെയ്താലും ഒരു 10 ലക്ഷം രൂപയ്ക്ക് മേളിലോട്ട് ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ 30 ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്നൊരാൾക്ക് ഈസി ആയിട്ട് സ്വന്തം പറമ്പിൽ നിന്ന് ചെയ്യാൻ ഏറ്റവും നല്ലൊരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓറഞ്ച് ഫാമിങ്ങിന്റെ യൂണിറ്റ് എക്കോണമിക്സുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കാം. 1 ഏക്കർ ഓറഞ്ച് കൃഷിയിൽ വരുന്ന ചെലവുകൾ: 1 ഏക്കറിൽ 250 ഓറഞ്ച് തൈകൾ നടാം. തൊഴിലാളികൾ 70,000 രൂപ, ഓറഞ്ച് തൈകൾ 90,000 രൂപ, വളം 50,000 രൂപ, ഗതാഗതം, വിളവെടുപ്പ്, മറ്റ് ചെലവുകൾ 90,000 രൂപ. ആകെ തുക 3 ലക്ഷം രൂപ. 1 ഏക്കർ ഓറഞ്ച് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം: ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഓറഞ്ച് 50 കിലോഗ്രാം. 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില 200 രൂപ. 1 ഏക്കറിൽ നടാവുന്ന ചെടികൾ 250. ആകെ ലഭിക്കുന്ന വരുമാനം 25 ലക്ഷം രൂപ. 1 ഏക്കർ ഓറഞ്ച് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം: വരുമാനം 25 ലക്ഷം രൂപ, ചെലവ് 3 ലക്ഷം രൂപ, ലാഭം 22 ലക്ഷം രൂപ. നമ്മൾ ഓറഞ്ച് ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നേരിടേണ്ടി വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? നമ്മൾക്ക് ഇപ്പം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാം, പല കാര്യങ്ങളുണ്ടാകും. പിന്നെ വരുന്ന കേടുകൾ, വലിയ കേടുകളില്ല, പൈറ്റോത്തോറ പോലുള്ള ഒരു കേടുകൾ, വേരിന് അല്ലെ ദ്രുതവാട്ടം എന്ന് പറയുന്ന പ്രശ്നങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത്. അതിനെല്ലാം വേണ്ട ഒരു നല്ല മാർഗങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ ഒരു സാധാ രീതിയിൽ കൃഷി ചെയ്താൽ മാർക്കറ്റിൽ ഇത് വിറ്റഴിക്കുന്നത്, ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഓറഞ്ച് ഉള്ള സമയത്ത് നമ്മുടെ ഓറഞ്ച് കായ്ച്ച് പഴുത്താൽ അതൊരു പ്രതിസന്ധി തന്നെയാണ്. നിസ്സാര വിലയ്ക്ക് നമുക്ക് വിറ്റഴിക്കേണ്ടി വരും, അവരെക്കാളും കൂടുതൽ എക്സ്പെൻസ് നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ആ ഒരു വിഷയം വരുന്നത് വലിയൊരു പ്രശ്നമാണ്. കൂടുതൽ ചാലഞ്ചസ് ഏതെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓറഞ്ച് മേഖലയിലൊന്നും വന്നിട്ടില്ല, മറ്റുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷേ എനിക്ക് എല്ലാ കൃഷിയും സമ്മിശ്ര കർഷകനായതുകൊണ്ട് എനിക്ക് ഓറഞ്ചിലൊന്നും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. എനിക്ക് നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എനിക്ക് എല്ലാവരോടും തുറന്നു പറയാനുള്ളത്, ഓറഞ്ചിൽ വലിയൊരു വിഷയമില്ല. നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരു കർഷകന് നല്ല ആദായം ഉണ്ടാക്കാം. പുതിയ തലമുറയോടും എനിക്ക് പറയുന്നത്, നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നല്ല ഒരു കൃഷിയാണ്, ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കർഷകൻ പുതുതായിട്ട് ഓറഞ്ച് ഫാമിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റി എന്ത് പ്രസ്ഥാനത്തിലേക്ക് നമുക്ക് ഇറങ്ങിയാൽ അതിനെപ്പറ്റി ഒരു അറിവുണ്ടാകുക. 1, അറിവുണ്ടാകുക. 2, നല്ല അറിവ് പറഞ്ഞു തരുന്നവരെ സമീപിക്കുക. നല്ല ചെടികൾ എന്ന് പറയുന്ന നല്ല കർഷകൻ്റെ ഒരിക്കൽ നിന്ന്, നിങ്ങളുടെ മാതൃവൃക്ഷമുള്ള ആളിൽ നിന്ന് കണ്ട് ചെടികൾ എടുക്കുക. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി ആരംഭിക്കുക. നമ്മുടെ മനസ്സന്തോഷത്തിനും ഒരു ഫാഷനായിട്ട് ആരംഭിക്കൂ. പിന്നെ അതിൽ നിന്ന് നിങ്ങളൊരു മികച്ച കർഷകനായി മാറട്ടെ. ബോസ് വാല, ബി ദ ബോസ്.